ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം വിഷു സംക്രമവും ഈ വിഷുവർഷം മേടം മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിക്കാർക്കും എപ്രകാരം ശുഭാശുഭ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നുവെന്ന വിഷയവുമാകുന്നു. മീനശനി ഇടവവ്യാഴം കൊല്ലവർഷം 1200 മേടമാസം 1-ാം തീയതി, അതായത് 2025 ഏപ്രിൽ മാസം 14-ാം തീയതി പുലർച്ചെ 3:13 മേടരവി സംക്രമം വിഷുദിനമായി ലോകമെങ്ങും ആചരിക്കാൻ പോകുന്നത്. എല്ലാ വർഷവും വിഷു വരും, തിരുവോണം വരും, ഒക്കെ വരും. മലയാള വർഷത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി ആഘോഷിച്ചു വരുന്ന 3 ഉത്സവങ്ങളാണ് മേടമാസത്തിലെ വിഷുവും, ചിങ്ങമാസത്തിലെ തിരുവോണവും, ധനുമാസത്തിലെ തിരുവാതിരയും. വളരെയധികം പ്രാധാന്യങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ ഉണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഇവിടെ മേടത്തിൽ രവി സംക്രമിക്കുന്ന ഈ മാസം വസന്ത ഋതുവാകുന്നു. സൂര്യൻ മേടത്തിലേക്ക് സംക്രമിക്കുന്നത് ചോതി നക്ഷത്രം 2-ാം പാദത്തിലും പ്രതിപദം കറുത്തപക്ഷത്തിലെ പ്രഥമ തിഥിയിലും പന്നി കരണത്തിലും വജ്രനാമ ചന്ദ്രാർക്ക യോഗവും കൂടിയ സമയമാണ്. തുലാൻ രാശിയിലാണ് ചോതി നക്ഷത്രം, നിങ്ങൾക്ക് ഏവർക്കും അറിയാം, തുലാൻ രാശിയാണ്. തുലാൻ രാശിയിലാണ് മേഷരവി സംക്രമം. അന്ന് തത്സമയം വരുന്നത് കുംഭ ലഗ്നത്തിലാണ് ഈ മേഷരവി സംക്രമം വരുന്നത്. അതിനാൽ സാമാന്യമായി നമുക്ക് ഫലം പറയേണ്ടിയിരിക്കുന്നു. മേടം മുതൽ 12 രാശിക്കാരുടെയും ഫലം നമുക്ക് ഓരോ രാശിയിലുമായി ചർച്ച ചെയ്യാം. പക്ഷേ ഈ വരുന്ന സമയം കുംഭൻ രാശിയിലാണ്. അതിനാൽ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്ന ഒരു സമയത്താണ് മേടരവി സംക്രമം. ഇന്ന് കുംഭൻ ലഗ്നത്തിൽ ഗ്രഹങ്ങളൊന്നുമില്ല. 2-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, രാഹു, ശനി, 4-ൽ വ്യാഴം, 6-ാം ഭാവത്തിൽ ചൊവ്വ, അഷ്ടമത്തിൽ കേതു, 9-ാം ഭാവത്തിൽ ചന്ദ്രൻ. ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി. സൗഭാഗ്യാത്മജ മിത്രബന്ധു ധനവാഗ് ധർമ്മസ്ഥിതേ ശീതകവും. 9-ാം ഭാവത്തിൽ പൗർണമി കഴിഞ്ഞ് പിറ്റേന്നാൾ ഉള്ള ചന്ദ്രനാണ്. ചന്ദ്രൻ ബലവാനാണ്. അതിനാൽ സൗഭാഗ്യങ്ങളും സന്താനശ്രേയസ്സും സുഹൃത്തുക്കളും ഒക്കെ ഭജിക്കും, പ്രാപിക്കുമെന്ന നല്ലൊരു ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കുംഭം രാശി ആത്മീയമായ വിഷയത്തിൽ വളരെയധികം ഫലങ്ങൾ നൽകുന്നൊരു രാശിയാണ്. ഇവിടെ 4-ൽ വ്യാഴമാണ്. സുഖി. ഈ കുംഭൻ രാശിക്കാർക്ക് ഈ വർഷം വിഷു വർഷം ഈ കുംഭം ലഗ്നം ജനറലായി വന്നതുകൊണ്ട് ആത്മീയമായ സുഖങ്ങളിൽ വളരെയധികം അറിവ് ലഭിക്കുവാനും യാത്ര ചെയ്യുവാനുമുള്ള ഒരു സൗഭാഗ്യം പ്രദാനം ചെയ്യും. ഗൃഹം, ഗൃഹനിർമ്മാണങ്ങൾ, ഭൂമി വാങ്ങൽ, ഇതൊക്കെ തന്നെ ഈ വിഷുവർഷത്തിൽ നടക്കും. വിവാഹ വിഷയം വളരെ നന്നായിട്ട് നടക്കും. ഇവിടെ കുംഭലഗ്നത്തിൻ്റെ 7-ാം ഭാവാധിപത്യമുള്ള ഗ്രഹം ആരാകുന്നു? സൂര്യനാകുന്നു. സൂര്യൻ ഉച്ചസ്ഥനാകുന്നു. യാത്ര പുറപ്പെടുന്നവർക്ക് വളരെ അനുകൂലമായിരിക്കും. ദാമ്പത്യ ശ്രേയസ് വളരെയധികം അനുകൂലമായിട്ട് വരും. വളരെ നല്ല വാക്കുകൾ ഉപയോഗിച്ച് സുവാക്യ, നല്ല വാക്യത്തിലൂടെ, നല്ല വാക്കുകളിലൂടെ സൗഹൃദങ്ങളും ധനപരമായ അഭിവൃദ്ധിയും ഉണ്ടാക്കാൻ ഈ വിഷുവർഷം എല്ലാവരെയും ഉപകരിക്കുന്നതാണ്. ഇത് സാമാന്യ ഫലമാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തിക്കേണ്ടുന്നൊരു വിഷയം സന്താന വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം സന്താനപതിയാഗ്രഹം നീചസ്ഥനാണ്, ബുധൻ ദുർബലമാണ്. അഷ്ടമഭാവത്തിൽ കേതുവുണ്ട്, 6-ാം ഭാവത്തിൽ നീചസ്ഥനായി ചൊവ്വയുമുണ്ട്. അതിനാൽ മക്കളുടെ സന്താനങ്ങളുടെ വിഷയത്തിൽ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു.
നിത്യവും നാം ശ്രവിക്കുന്ന, കേൾക്കുന്ന, കാണുന്ന വാർത്തകൾ അങ്ങേയറ്റം ഭീതിതങ്ങളാണ്, ഭീതി ജനിപ്പിക്കുന്നവയാണ്. അതിനാൽ മക്കളുടെ സ്വഭാവ രൂപീകരണത്തിലും സ്വഭാവ സംസ്കാരത്തിലും വളരെയധികം ശ്രദ്ധ പുലർത്തണം രക്ഷിതാക്കൾ. മക്കളെ കൊണ്ട് ദുഃഖം അനുഭവിക്കുന്ന ഒരു വലിയ ഫലം അന്തർലീനമായി ഈ കുംഭം ലഗ്നം വന്നതിലുണ്ടാകുന്നു. സന്താനപതി നീചസ്ഥനാണ്. അതിൻ്റെ യോഗങ്ങളൊന്നും തന്നെ നല്ലതിനല്ല. അതിനാൽ മക്കളുടെ വ്യക്തിത്വ വികാസത്തിന് പ്രാധാന്യം കൊടുക്കണം. മക്കൾ നമുക്ക് അടങ്ങാത്ത മക്കളാണെങ്കിൽ അവരെ സൈക്കോളജിക്കലി അല്ലെങ്കിൽ മാനസികമായ പിരിമുറുക്കങ്ങൾ അവരിൽ നിന്നും ഒഴിവാക്കുന്ന രീതിയിലുള്ള ചികിത്സകൾ തേടണം. നല്ല ഹീലേഴ്സിനെ നിങ്ങൾ സമീപിച്ചിരിക്കണം. അപ്രകാരം തന്നെ മക്കളുടെ അനാവശ്യമായ രാത്രി യാത്രകൾ, സൗഹൃദങ്ങൾ, ഡ്രഗ്സുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ, ഇതൊക്കെ തന്നെ പ്രിയമുള്ള രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടുന്നു. ഈ ഒരു വിഷു സംക്രമ ഫലത്തിൽ വരുന്ന കുംഭം ലഗ്നമായി വന്നതിനാൽ മറ്റെല്ലാ വിഷയങ്ങളിലും വളരെ അനുകൂലമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട വിഷയം, സഹോദര ഗുണം വളരെ കുറയുന്നു. കർമ്മമേഖലയിൽ വളരെ ശ്രദ്ധാപൂർവം മാത്രം നീങ്ങുക, അല്ലെങ്കിൽ കർമ്മമേഖലയിൽ അശാന്തത കൈവരുന്ന ഒരു സമയം ഈ രാശിയിൽ കാണുന്നുണ്ട്. ഇപ്പോൾ നാം ചിന്തിച്ച കുംഭം ലഗ്നത്തിന് ബാധാസ്ഥാനത്താണ് ചൊവ്വ നിൽക്കുന്നത്. അതിനാൽ കർമ്മമേഖലയിൽ അശാന്തത, കർമ്മം നഷ്ടപ്പെടുക, ജോലി നഷ്ടപ്പെടുക, ജോലി വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള സാമാന്യ ഫലങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ വിഷുവിൻ്റെ പ്രാധാന്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒക്കെ തന്നെ അറിയാം. വിഷു ഒരു കാർഷികോത്സവമാകുന്നു. മലയാളികൾക്ക് ഒരു പുതുവർഷത്തിൻ്റെ ആരംഭമാകുന്നു വിഷു. വിഷുവെ ആധാരമാക്കിക്കൊണ്ടാണ് നാം എല്ലാവരുടെയും ശുഭാശുഭ ഫലങ്ങൾ ആയിരക്കണക്കിന് ജ്യോതിഷികൾ യൂട്യൂബിലൂടെയും അല്ലാതെയും മാസികകളിലൂടെയും വാരികകളിലൂടെയും പ്രവചിച്ച് വരുന്നത്. വിഷുവിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ വിഷുക്കാലത്തുണ്ടാകുന്ന ഫലങ്ങളെല്ലാം തന്നെ ഒരു വർഷത്തേക്ക് അനുകൂലമായോ പ്രതികൂലമായോ വരുമെന്നാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അതിനാൽ സസൂക്ഷ്മം നമുക്ക് ഓരോ രാശിക്കാരുടെയും ഈ വിഷു ഫലത്തെ ചിന്തിക്കാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ വർഷത്തെ വിഷുഫല പ്രവചനത്തിലേക്ക് സ്വാഗതം. അടുത്തതായി നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇടവൻ രാശിക്കാരുടെ ഒരു വർഷക്കാലത്തെ, വിഷുവർഷക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഇടവൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം, കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകീര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു ഇടവൻ രാശി. ഇവിടെ ഇടവൻ രാശിക്കാർക്ക് ഇന്ന് രാശിയിൽ വ്യാഴമുണ്ട്, 3-ാം ഭാവത്തിൽ ചൊവ്വ, 5-ാം ഭാവത്തിൽ കേതു, 6-ാം ഭാവത്തിൽ ചന്ദ്രൻ, 11-ാം ഭാവത്തിൽ ബുധൻ, ശുക്രൻ, ശനി, രാഹു, 12-ാം ഭാവത്തിൽ ആദിത്യൻ. ഇടവൻ രാശിക്കാർക്ക് പ്രായേണ കണ്ടകശനിയൊക്കെ കഴിഞ്ഞ് 11-ൽ ശനി നിൽക്കുന്ന സമയമാകുന്നു. അപ്രകാരം ജന്മവ്യാഴം തങ്ങളെ ഒരു വർഷം വളരെയധികം ബുദ്ധിമുട്ടിപ്പിച്ച ജന്മവ്യാഴം മെയ് 15-ാം തീയതി മാറി 2-ാം ഭാവത്തിലേക്ക് വരും. ഇതൊക്കെ ഇടവൻ രാശിക്കാർക്ക് നല്ലതാണ്. നാം ചിന്തിക്കുന്നത് ഒരു വർഷത്തെ വാർഷിക ഫലമാണ്. ഇവിടെ എന്തൊക്കെയാണ് ഈ രാശിയിൽ നാം ചിന്തിക്കുമ്പോൾ ദുർബലമായി നിൽക്കുന്നതെന്ന് ആദ്യം ചിന്തിക്കണം. ഇവിടെ 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ. ചൊവ്വ ആരാണ്? സഹോദരകാരകനാണ്. സഹോദരങ്ങളെ ചിന്തിക്കുന്ന ഗ്രഹമാകുന്നു ചൊവ്വ. 3-ാം ഭാവമാകുന്നു സഹോദരഭാവം. ഇവിടെ സഹോദരപതിയായ ചന്ദ്രൻ നിൽക്കുന്നത് 6-ലാണ്. അതിനാൽ സഹോദര ഗുണം വളരെയധികം കുറയും ഇടവൻ രാശിക്കാർക്ക്. അഗ്രജാതം രവിർഹന്തി പൃഷ്ഠേജാതം ശനേശ്ചര അഗ്രജം പൃഷ്ഠജം ഹന്തി സഹജസ്ഥോ ധരാസുധ. 3-ൽ സൂര്യൻ വരുമ്പോൾ മൂത്ത സഹോദരങ്ങൾക്ക് വളരെ ദോഷമാണ്. 3-ൽ ശനി വരുമ്പോഴോ ഇളയ സഹോദരങ്ങൾക്ക് ദോഷമാണ്. 3-ൽ ചൊവ്വ വരുമ്പോൾ അഗ്രജം പൃഷ്ഠജം ഹന്തി, മൂത്ത ആളുകൾക്കും ഇളയ ആളുകൾക്കും നാശമുണ്ടാക്കുന്നു 3-ൽ ചൊവ്വ. ഇവിടെ സഹോദരപതിയായ ഗ്രഹം നിൽക്കുന്നത് 6-ാം ഭാവത്തിലാണ്. 6-ാം ഭാവത്തിൽ ശത്രുസ്ഥാനത്താണ്. സഹോദര ഗുണം കുറയുക മാത്രമല്ല, വിഭിന്നങ്ങളായ അഭിപ്രായങ്ങളുണ്ടായി സാഹോദര്യത്തെ, ബന്ധത്തെ ശിഥിലമാക്കും.
പലപ്പോഴും അതിന് കാരണം ഒരുപക്ഷെ മാതാവായിരിക്കും. കാരണം 6-ൽ ചന്ദ്രൻ നിൽക്കുന്നു. മാതൃശീലോ തദ്വൽ ന. ഇടവൻ രാശിക്കാർക്ക് മാതാവിനെ ചികിത്സിക്കുവാനുള്ള, ശുശ്രൂഷിക്കുവാനുള്ള യോഗം വളരെ കുറവായിരിക്കും. ഇപ്പോൾ എല്ലാവരും തിരക്കിലാണ്. അമ്മ കാരണം സഹോദരങ്ങൾ പിണങ്ങിപ്പോകും. എത്ര സ്ഥലത്ത് ഒരു അവസ്ഥയുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീട്ടിൽ പോകുമ്പോൾ 6 മാസമായിട്ട് അമ്മ ഈ ഒരു വീട്ടിലാണ്. അത് കഴിഞ്ഞ് 6 മാസം മറ്റൊരു വീട്ടിലേക്ക്, അത് കഴിഞ്ഞുള്ള 6 മാസം മറ്റൊരു വീട്ടിലേക്ക്. ഇങ്ങനെ മാതാവിനെ മക്കൾ എന്ത് ചെയ്യുകയാണ്? ഡിവൈഡ് ചെയ്ത് ഓരോ സ്ഥലത്ത് താമസിപ്പിക്കുകയാണ്. ഈ അമ്മ അനുഭവിക്കുന്ന മാനസികമായ വേദനകൾ പലപ്പോഴും തൻ്റെ മരുമക്കളുമായി തനിക്ക് സഹവർത്തിത്വത്തോടുകൂടി പെരുമാറാനോ അല്ലെങ്കിൽ താമസിക്കുവാനോ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷേ തൻ്റെ ക്ലേശങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ജീവിക്കേണ്ടതൊരവസ്ഥയാണ് വൃദ്ധർക്ക്. ഇവിടെ ലണ്ടനിൽ കെയർ ഹോംസാണ് കൂടുതൽ. നമ്മുടെ സംസ്കാരമല്ല ഇവിടെ. ഒരു പ്രായം കഴിഞ്ഞാൽ മാതാപിതാക്കളെ മക്കൾ നോക്കില്ല. അതിനാൽ ഇവിടെ നിറയെ കെയർ ഹോംസാണ്. അതൊരു സംസ്കാരമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലും വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓൾഡ് ഹോംസ് നിറയെ നമ്മളുടെ നാട്ടിൽ. തങ്ങളുടെ തിരക്ക് കാരണം, കർമ്മബാഹുല്യം കാരണം കഴിയുന്നില്ല മക്കൾക്കും. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സമൂഹം മാറിക്കഴിഞ്ഞു. അണുകുടുംബം എന്നൊക്കെ നാം പറയുന്ന രീതിയിലേക്കായി കഴിഞ്ഞു. പക്ഷേ ഇവിടെ സൗത്തോൾ എന്ന സ്ഥലമുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ജാതകം നോക്കാൻ പോയിരുന്നു. പഞ്ചാബികൾ ഏറ്റവും തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ഗുരുദ്വാരയുള്ള സൗത്തോൾ, അവിടെ കൂട്ടുകുടുംബമാണ് അധികവും. വലിയ വീടുകളിൽ, വലിയ ബംഗ്ലാവിൽ എത്രയോ കുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നു. നമ്മുടെ പഞ്ചാബി ഹൗസ് കാണുമ്പോൾ നമുക്ക് ചിരി വന്നു. പക്ഷേ യാഥാർത്ഥ്യം അതാണ്. ഇപ്പോഴും ആ കൂട്ടുകുടുംബത്തിൽ വിശ്വസിക്കുന്നു. ലോകത്തിൽ കൂട്ടുകുടുംബത്തിൽ വിശ്വസിക്കുന്ന 2 മതവിഭാഗങ്ങളേ ഉള്ളൂ, ജനവിഭാഗങ്ങളേ ഉള്ളൂ. ഒന്ന് ഇസ്രായേലുകളാണ്. ഇസ്രായേലുകൾ എപ്പോഴും കൂട്ടുകുടുംബമാണ്. അവരുടെ കെട്ടുറപ്പ് അതാണ്. മറ്റൊരു വ്യക്തികളാരാണ്? പഞ്ചാബികളാണ്. ഒരു കാലത്ത് കൂട്ടുകുടുംബം ഏറ്റവും ശക്തമായിരുന്നു നമ്മുടെ കേരളത്തിൽ. പക്ഷേ ഇന്നത് ഛിന്ന ഭിന്നമായി കഴിഞ്ഞു. അതിനാൽ സഹോദര വിഷയം വളരെ ശ്രദ്ധിക്കുക. ഇടവൻ രാശിക്കാർ ജാഗ്രത പാലിക്കണം. ശുശ്രൂഷ അർത്ഥ സമർപ്പണാദിവിഹി പ്രീതിം വിധത്യ തയോഹോ. തങ്ങളുടെ മാതാപിതാക്കളെ ജീവിച്ചിരിക്കുമ്പോൾ ശുശ്രൂഷ, അവർ പറയുന്നത് കേൾക്കണം. ശ്രോതമിച്ഛ ശുശ്രൂഷ, അവർ പറയുന്നത് കേൾക്കുക. അവർക്ക് ധനം വേണമെങ്കിൽ കൊടുക്കുക. സമർപ്പണം, മരിച്ചു കഴിഞ്ഞവരാണെങ്കിൽ അവരെ സമർപ്പിക്കണം. ഈ വർഷം മാതാപിതാക്കൾക്ക് ദുരിതമുണ്ടാകുന്ന, ക്ലേശങ്ങൾ ഉണ്ടാകുന്ന വർഷമായിരിക്കും ഇടവൻ രാശിക്കാർക്ക്. ഒന്ന് അമ്മയുടെ ഈ 6ാം ഭാവസ്ഥിതി ചന്ദ്രൻ്റെ. മറ്റൊന്നെന്താണ്? സൂര്യൻ 12ാം ഭാവത്തിൽ നിൽക്കുന്നു. സൂര്യൻ ആരാണ്? പിതൃകാരകനാണ്. അച്ഛനെ ചിന്തിക്കേണ്ടുന്ന സൂര്യൻ 12ലാണ് നിൽക്കുന്നത്. അതും മോശമാകുന്നു ഇടവം രാശിക്കാർക്ക്. ധാരാളം നന്മകളാണ് ഇടവൻ രാശിക്കാർക്ക് ഈ ഒരു വർഷം വരിക. അതിൽ ദോഷഫലം നാം പറഞ്ഞേ മതിയാവുകയുള്ളൂ. രവിർ ദ്വാദശേ നേത്രദോഷം കരോതി. 12ൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ കണ്ണുകൾക്ക് രോഗമുണ്ടാകുന്നു. വിപക്ഷാഹവേ ജായദേശോ ജയസ്ത്രീഹി. ശത്രുക്കളുമായുള്ള കേസിൽ ജയിക്കുന്നു. സ്ഥിതേലിപ്സ്യ ലീയതേ ദേഹദുഃഖം. തൻ്റെ ശാരീരികമായ സുഖദുഃഖങ്ങൾ ശ്രദ്ധിക്കാതെ താൻ കഠിനാധ്വാനം ചെയ്യുന്നു. പിതൃവ്യാപത. അച്ഛൻ്റെ സഹോദരങ്ങൾ മുതലായവർക്ക് ആപത്തുണ്ടാകുന്നു. ഹാനിരധ്വപ്രദേശേ. വഴിയിൽ വെച്ച് അപകടമുണ്ടാകും. അതിനാൽ നിശാരാശിയാണ് ഇടവൻ രാശി. രാത്രി യാത്ര വളരെ ശ്രദ്ധിക്കണം. രാത്രിയിൽ സമയത്ത് കള്ളന്മാരുടെ ഉപദ്രവമുണ്ടാകും. ബാംഗ്ലൂരിൽ നിന്നും കണ്ണൂരിലേക്കും കോഴിക്കോടുമൊക്കെ വരുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ടി വരും. ഇടവൻ രാശിക്കാർ അപകടം വഴിയിൽ വെച്ചുണ്ടാകും. കള്ളന്മാരാൽ ഉപദ്രവം അനുഭവിക്കേണ്ടി വരും. ശ്രദ്ധിക്കണം. ശത്രു ധാരാളം വരുന്ന സമയമാണ്. 6ാം ഭാവത്തിൽ ചന്ദ്രനാണ്. രിബോജായതേ വിഗ്രഹേണാഭി രാജ ജിതാസ്തഹി ഭൂയോ വിധോ സമ്പദന്തി. യുദ്ധം വരും, ശത്രുവിനെ ജയിക്കും, വീണ്ടും ശത്രു വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തഥാഗ്രേരയോ നിഷ്പ്രഭ. എങ്കിലും ഇദ്ദേഹം ശത്രുക്കളെ നിഷ്പ്രഭരാക്കും. പ്രതാപോജ്വലോ. പ്രതാപം കൊണ്ട് ഉജ്ജ്വലമായ സ്ഥാനത്തെത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാതൃശീലോ തദ്വൽന. അമ്മയെ പരിചരിക്കുവാനുള്ള യോഗമുണ്ടാകില്ല. ഞാൻ വളരെ വിശദമായി ആ ഭാഗം ചർച്ച ചെയ്തു. മാതാപിതാക്കളുടെ കാര്യത്തിൽ വ്യക്തമായ ഒരു ധാരണ, തീരുമാനങ്ങൾ അവർക്ക് രോഗം വരാതെ നോക്കണം. ഇടവൻ രാശിക്കാർ നിർബന്ധമായും തങ്ങളുടെ രോഗിയായ പിതാവിൻ്റെ പേരിൽ
മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ചെയ്യണം. അതേ രീതിയിൽ രോഗിയായ അമ്മയുടെ പേരിലും ചെയ്യുക. ഇതൊക്കെ വളരെ നല്ലതാണ്. പൂർവികമായ സ്വത്ത് വിഷയത്തിൽ താൻ ചതിക്കപ്പെടുക, അല്ലെങ്കിൽ സ്വത്ത് വിഷയത്തിൽ പരസ്പരം ധാരണ ഇല്ലാത്തൊരവസ്ഥ വരും. കൂട്ടു സ്വത്തുണ്ടെങ്കിൽ അച്ഛൻ്റെ സ്വത്ത് പരസ്പരം അച്ഛൻ്റെ ആളുകൾ, അച്ഛനും വലിയച്ഛനും അല്ലെങ്കിൽ ഇളയച്ഛനും തമ്മിൽ വാശി വരും. ഭൂമി വിഷയത്തിൽ വലിയ തർക്കം വരും. ആ വിഷയവും തന്ത്രപൂർവ്വം പരിഹരിക്കണം. ക്ഷമാശീലനാണ് ഇടവൻ രാശിക്കാർ. കാരണം അത് കാളയാണ്. കാളയുടെ സ്വഭാവം എന്താണ്? ബുൾ ഗോസ് സ്ലോലി, മെല്ലെ സഞ്ചരിക്കും. ആ സ്റ്റഡിനെസ്, അതാണ് ഇടവൻ രാശിയുടെ പ്രത്യേകത. അതിനാൽ ക്ഷമാശീലരായി ക്ഷമിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും നേടുക. ക്ഷമാ ജയതി ന ക്രോധ എന്ന പാഠം ഏറ്റവും ഫോളോ ചെയ്യുന്നവരാകുന്നു ഇടവൻ രാശിക്കാർ. ക്രോധത്തിന് സ്ഥാനമില്ല, ക്ഷമക്കാണ് സ്ഥാനം. അതിനാൽ ആ ക്ഷമയിലൂടെ എന്തും നേടാൻ പറ്റും ഇടവൻ രാശിക്കാർക്ക്. അത് ജോലിയായാലും മറ്റെല്ലാ വിഷയമായാലും വളരെ അനുകൂലമായിരിക്കും. ഇവിടെ വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകാം. വിവാഹവതിയായ ചൊവ്വ നീചസ്ഥനാണ്. ദാമ്പത്യത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ എന്തുണ്ടാകാം? ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. ഇവിടെ ശുക്രൻ ഉച്ചസ്ഥനാകയാൽ വിവാഹ തീരുമാനങ്ങൾ, നല്ല സൗഹൃദങ്ങൾ, സ്ത്രീകൾ തൻ്റെ ലൈഫിലേക്ക് കടന്നു വരിക, ഇങ്ങനെ ധാരാളം സ്ത്രീ സംബന്ധമായ വിഷയത്തിൽ ധാരാളം ഗുണഗണങ്ങൾ വരുന്നതാണ്. സ്ത്രീകളെ ആകർഷിക്കുന്ന സാധന സാമഗ്രികൾ വിറ്റ് കാശുണ്ടാക്കാം ഇടവൻ രാശിക്കാർക്ക്. യുവതിജനാശ്രയ സംപ്രവൃദ്ധ വിത്ത എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. യുവതിജനങ്ങളെ ആശ്രയിച്ച് തനിക്ക് ജീവിക്കാൻ കഴിയും. അത് ഡോക്ടർമാരായാലും വക്കീലന്മാരായാലും. വക്കീലന്മാർക്ക് ധാരാളം വിവാഹമോചന കേസുകളൊക്കെ വരും. യുവതികൾ ക്യൂ നിൽക്കും തന്നെ നോക്കി. മധ്യസ്ഥത വഹിക്കുക, തനിക്ക് കാശ് ലഭിക്കുക. ജ്വല്ലറി മേഖലയ്ക്ക് ധാരാളം ആഭരണങ്ങൾ വിറ്റ് കാശുണ്ടാക്കാം. വ്യാപാരികൾക്ക് ഫാൻസി മുതൽ ബാഗ് മുതൽ ചെരുപ്പ് വിൽക്കുന്ന വ്യാപാരികൾക്കൊക്കെ തന്നെ സ്ത്രീകളെ കൊണ്ട് കാശ് ലഭിക്കും. അതിനാൽ സ്ത്രീകളെ കൊണ്ട് കാശ് ലഭിക്കുന്ന വർഷമാണ് ഇടവം രാശിക്കാർക്ക്. ആ മേഖലകളിൽ തങ്ങളുടെ പ്രാതിനിധ്യം എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കുവാൻ നോക്കണം. ആർട്ടിസ്റ്റുകൾക്ക് ചിത്രം വരച്ച് കാശുണ്ടാക്കാം. സിനിമ ഫോട്ടോഗ്രാഫേഴ്സ്, യൂട്യൂബേഴ്സ്, ഇവർക്കൊക്കെ തന്നെ ധാരാളം ആരാധകരെ അല്ലെങ്കിൽ ആരാധികമാരെ ലഭിക്കും ഇടവൻ രാശിക്കാർക്ക്. മെയ് 15 കഴിഞ്ഞാൽ ഇടവൻ രാശിക്കാർക്ക് വ്യാഴം 2-ൽ വരുമ്പോൾ കർമ്മമേഖലയിൽ ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാകാം. ശനിയും ശുക്രനും കൂടിയാണ് 11-ൽ നിൽക്കുന്നത്. അതൊരു നല്ല യോഗമാണ്. എല്ലാ ഗ്രഹങ്ങളും 11-ൽ നിൽക്കുന്നു. അത് വസുമതി യോഗമാണ്, ധനയോഗമാണ്. അതിനാൽ ഇടവൻ രാശിക്കാർ കഷ്ടപ്പെട്ട് മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ അവർക്ക് ധാരാളം സാമ്പത്തികമായ മെച്ചങ്ങൾ വരുന്ന വർഷമായിരിക്കും ഈ ഒരു വർഷം. ധീരമായി അതിനുവേണ്ട പരിശ്രമങ്ങൾ നടത്തണം എന്ന് മാത്രം. ഇവിടെ ഇടവൻ രാശിക്കാർക്ക് ഞാൻ സൂചിപ്പിച്ചു, മാതാപിതാക്കളുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങൾക്ക് പരിഹാരം, തങ്ങളുടെ ശത്രുദോഷവും ബുദ്ധിമുട്ടുകളും മാറാൻ നിർബന്ധമായും ആരോഗ്യ വിഷയത്തിൽ മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ എല്ലാ മാസവും ജന്മനക്ഷത്രത്തിന് ചെയ്യുക. ശത്രുദോഷം മാറാൻ തങ്ങളുടെ ജന്മനക്ഷത്രത്തിന് അല്ലെങ്കിൽ വെള്ളിയാഴ്ച ശത്രുസംഹാര കുരുതി ചെയ്യുക. ശത്രുമുട്ട്, ദേഹമുട്ട്, കർമ്മമുട്ട് ഒക്കെ ചെയ്യുക. അത് ചെയ്ത് നന്നാക്കി എടുത്താൽ ഇടവൻ രാശിക്കാർക്ക് ഈ വിഷുവർഷം വളരെ അനുകൂലമായിരിക്കും. ഒരു സംശയവുമില്ല. എല്ലാ പ്രിയപ്പെട്ട ഇടവൻ രാശിക്കാർക്കും ശോഭനമായ ഒരു വിഷുവർഷത്തെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.